കേരള തമിഴ്നാട് തെക്കൻ അതിർത്തിയിൽ കടുക്കറ നെട്ടയിൽ ഒരു മഹാദേവർ ക്ഷേത്രമുണ്ടായിരുന്നു. മഴത്തേവർ കോവിൽ എന്നായിരുന്നു പ്രശസ്തി. വരുണജപം അർപ്പിച്ചാൽ ഏത് കടുത്ത വേനലിലും മഴ പെയ്യിക്കാൻ ശക്തിയുള്ള മഹാദേവൻ കുടികൊണ്ടിരുന്ന ക്ഷേത്രം. മഴത്തേവർ തന്നെ വെള്ളത്തിൽ മുങ്ങിയ സംഭവമുണ്ടായി. മഴത്തേവർക്ക് പിന്നീടെന്ത് സംഭവിച്ചു എല്ലാം വിശദമായി പറയാം. നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നെട്ട എന്ന പ്രദേശത്തുണ്ടായിരുന്ന ഒരു മഹാദേവർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഹിന്ദുമതത്തിൽ നിരവധി പേരുടെ ഇഷ്ടദേവനാണ് മഹാദേവൻ. ക്ഷിപ്രകോപിയാണെങ്കിലും ഭക്തനിൽ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്നവൻ, മുമ്പും പിമ്പും നോക്കാതെ വരം നൽകുന്നവൻ. അങ്ങനെ വരം നൽകി മഹാദേവൻ തന്നെ വെട്ടിലായ ഒട്ടേറെ കഥകൾ പുരാണത്തിൽ കാണാം. ചൂണ്ടോദരന് വരം കൊടുത്ത കഥ തന്നെ മികച്ച ഉദാഹരണം. വരം നൽകി മഹാദേവന് തന്നെ ഇരിപ്പിടം നഷ്ടമായ ഒരു കഥ നെട്ട എന്ന പ്രദേശത്തിനും പറയാനുണ്ട്. ഇത് പുരാണമല്ല, ചരിത്രം തന്നെ. ആദ്യം ഈ നെട്ട എവിടെയാണെന്ന് കൃത്യമായി പറയാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ വെള്ളറട കടുക്കറ പ്രദേശത്താണ് നെട്ട എന്ന ഗ്രാമം. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള പ്രദേശം. നെട്ട തമിഴ്നാട് പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. മലയാളികൾ കടുക്കര എന്നും തമിഴർ നെട്ട എന്നും വിളിക്കുന്നത് ഒരേ പ്രദേശത്തെയാണ്. അതായത് ഒരു പ്രദേശത്തിൻ്റെ രണ്ട് നാമം. മലകളും ജലാശയവും വനഭംഗിയുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ജനവാസം തീരെ കുറഞ്ഞ പ്രകൃതി രമണീയമായ പ്രദേശമാണ് നെട്ട. നെട്ടയുടെ സൗന്ദര്യം നുകരാൻ നൂറുകണക്കിന് സഞ്ചാരികൾ നിത്യവും എത്താറുണ്ട്. ചിറ്റാർ സെക്കൻഡ് ഡാമിന്റെ റിസർവയറാണ് ഇവിടത്തെ ജലാശയം. അണക്കെട്ട് പണിയുന്നതിനു മുമ്പ് റിസർവയർ പ്രദേശങ്ങൾ വലിയ പാടശേഖരമായിരുന്നു. ആണ്ടുതോറും രാജഭോഗമായുള്ള കത്തിപ്പറ അളന്നിരുന്ന പ്രദേശമാണ് ഇതിനടുത്തുള്ള കത്തിപ്പാറ എന്ന പ്രദേശം. അതായത് നികുതി നെല്ല് അളന്നിരുന്ന പ്രദേശം. കത്തിപ്പറ വാങ്മയത്തിൽ കത്തിപ്പാറയായി. കടുക്കര എന്നാൽ ചെറുകര പ്രദേശം, അതായത് കണ്ണേറ് പ്രദേശം. രാജഭരണകാലത്തും ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കടുക്കറയിൽ റാട്ടുകാർക്ക് പൊങ്ങൽപുരയും കാവൽപുരയും പണിയാൻ കൊല്ലവർഷം 1014 തുക അനുവദിച്ചതിൻ്റെ കണക്ക് പുരാരേഖാ വകുപ്പിന്റെ പക്കലുണ്ട്. പുകയില, പൊടി, ചുരുട്ട്, ഇന്ദുപ്പ് തുടങ്ങിയവയുടെ കടത്ത് തടയാനാണ് ഇവിടെ ചൗക്ക ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴും ഇവിടെ തമിഴ്നാട് സർക്കാർ വക ചെക്ക് പോസ്റ്റുണ്ട്. നെട്ടയിലെ ഈ പാടശേഖരത്തിന് നടുവിലായി വലിയൊരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. മഴത്തേവർ കോവിൽ എന്നാണ് ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ 12 ശിവാലയങ്ങളിലും ഉൾപ്പെടാത്ത എന്നാൽ പ്രശസ്തമായ ശിവക്ഷേത്രം. എത്ര കടുത്ത വേനലിലും മഴത്തേവർക്ക് വരുണജപം നടത്തിയാൽ മഴ പെയ്യും എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. നാട്ടുകാർ മാത്രമല്ല, ഭരണകൂടവും മഴയ്ക്കായി ആശ്രയിച്ചിരുന്നത് മഴത്തേവരെയാണ്. മഴ ലഭിക്കാൻ കടുക്കറ മഴത്തേവർ കോവിലിൽ വരുണജപവും അടച്ചുതാരയും നടത്തിയ വകയിൽ ചെലവിട്ട പണത്തെക്കുറിച്ച് കൊല്ലവർഷം 993 11 മാസം 7 വാല്യം 98 പേജ് 480 നീട്ടെഴുതിയതായി കാണാം. മഴത്തേവരിൽ നാട്ടുകാർ അത്രയേറെ വിശ്വാസമർപ്പിച്ചിരുന്നു എന്ന് വ്യക്തം. രാജഭരണം പോയി, ജനാധിപത്യം നിലവിൽ വന്നു. കന്യാകുമാരി ജില്ല തമിഴ്നാടിന് നൽകിക്കൊണ്ട് കേരള അതിർത്തിയും പ്രഖ്യാപിച്ചു. അതോടെ മഴത്തേവർ തമിഴ്നാടിന് സ്വന്തമായി. കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമിട്ട് പരമാവധി ജലം സംഭരിക്കുന്ന പദ്ധതികൾക്ക് തമിഴ്നാട് സർക്കാർ ആദ്യകാലം മുതൽ തന്നെ മുന്തിയ പരിഗണന നൽകി. 1958 ചിറ്റാറിൽ മഞ്ഞപ്പൊറ്റയിൽ ഒരു മണ്ണെണ്ണ നിർമ്മിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിനായിരുന്നു നിർമ്മാണ ചുമതല. സഹ്യപർവ്വതത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ചിറ്റാറിലും അസംഖ്യം ചെറുപുഴകളിലുമുള്ള ജലം തടഞ്ഞു നിർത്തുന്ന പദ്ധതി സമയബന്ധിതമായി തന്നെ നടപ്പാക്കി. റിസർവയറിന്റെ വ്യാപ്തി തിട്ടപ്പെടുത്തി
താമസക്കാരെ കുടിയൊഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി. റിസർവയറിനായി കുറേയേറെ ഭൂമി കേരളത്തിൽ നിന്നും ഏറ്റെടുത്തു. സവർണരും അവർണരും ഉൾപ്പെടുന്ന വലിയൊരു സമൂഹം പാർത്തിരുന്ന പ്രദേശമാണ് നെട്ട. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുടെ ഗ്രാമം. നഷ്ടപരിഹാരം കൈപ്പറ്റി എല്ലാവരും കുടിയൊഴിഞ്ഞു. ഒടുവിൽ ഇന്ന് കാണുന്ന ജലാശയത്തിൽ മഴത്തേവർ കോവിൽ മാത്രം അനാഥമായി. ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങും എന്നതിനാൽ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ സർക്കാർ ഇത് അംഗീകരിച്ചില്ല. മാറ്റിസ്ഥാപിക്കണം എന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ഇതിൽ മനംനൊന്താണ് വിശ്വാസികൾ ക്ഷേത്രം ഉപേക്ഷിച്ച് നാടുവിട്ടത്. 1964 ആരംഭിച്ച അണക്കെട്ടിന്റെ നിർമ്മാണം 1970 പൂർത്തിയായി. അണക്കെട്ട് അടയ്ക്കുന്ന ദിവസമെത്തി. ഇതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെത്തി. അവർക്കൊരു മനസ്താപം. മഴത്തേവർ വെള്ളത്തിൽ മുങ്ങുന്നതിൽ ദുഃഖം തോന്നിയ അവർ അവിടെ പണിക്കും മറ്റുമായി എത്തിയിരുന്നവരോട് തേവര മാറ്റാൻ അഭ്യർത്ഥിച്ചു. സദാനന്ദ പണിക്കർ, കുഞ്ചുപിള്ള, നടരാജൻ, രാമചന്ദ്രൻ, ശങ്കരപ്പണിക്കർ എന്നിങ്ങനെ പത്തുകാണി സ്വദേശികളായ കുറേ പേരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ചിലർ ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞവരാണ്. അബ്രാഹ്മണരായ ഇവർക്ക് ക്ഷേത്രവിധിയൊന്നും നിശ്ചയമില്ല. കാത്തിരിക്കാൻ ഒട്ടും സമയവുമില്ല. അടുത്ത നാൾ പുലരുമ്പോൾ ക്ഷേത്രം മുങ്ങും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ഭഗവാനെ വണങ്ങി പിഴമൂളിക്കൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച് ശിവലിംഗം ഇളക്കി. കച്ചി വിരിച്ച കാളവണ്ടിയിൽ ഭദ്രമായി ശിവലിംഗം കയറ്റി 8-10 കിലോമീറ്റർ അകലെയുള്ള അവരുടെ വാസസങ്കേതമായ പത്തുകാണി മലമുകളിൽ വിഗ്രഹം എത്തിച്ചു. മലമുകളിലെ ഒരു മരച്ചുവട്ടിൽ വേദമന്ത്രങ്ങൾ ഒന്നും അറിയാത്ത അവർ കൊട്ടും കുരവുമില്ലാതെ അനാർഭാടമായി ഭഗവാനെ പ്രതിഷ്ഠിച്ചു. നിർധനരായ ആ സമൂഹത്തിന്റെ പ്രാർത്ഥനയും അന്തിത്തിരിയും ഏറ്റുവാങ്ങി മഴത്തേവർ ആ മലമുകളിൽ കുടികൊണ്ടു. ഒടുവിൽ നീണ്ട കാലത്തിന് ശേഷം കുറച്ചു സ്ഥലം സംഘടിപ്പിച്ച് ചെറിയൊരു ക്ഷേത്രം പണിത് മഹാദേവനെ വിധിപ്രകാരം തന്നെ അങ്ങോട്ട് മാറ്റി. പുതിയ തലമുറയുടെ കാലമായപ്പോൾ ക്ഷേത്രം കൂടുതൽ വിപുലീകരിച്ചു. ഇപ്പോൾ ഗണപതിയും ശാസ്താവും ദേവിയും നാഗരുമെല്ലാം ഉപദേവന്മാരായി കൂടെയുണ്ട്. മഴത്തേവരെന്ന മേൽവിലാസം ശിവപുരം മഹാദേവർ എന്നു മാറിയെന്നു മാത്രം. നെട്ട, കടുക്കറ, മഞ്ഞപ്പൊറ്റ പ്രദേശങ്ങൾക്ക് ശിവലോകം എന്നൊരു പൊതുനാമമുണ്ടായിരുന്നു. ആ നാമം സിദ്ധിക്കുന്നതിനും കാരണഭൂതൻ മഴത്തേവർ തന്നെ. ഇന്നും എഴുത്തുകുത്തുകളിൽ ശിവലോകം എന്ന സ്ഥലനാമം അവശേഷിക്കുന്നുണ്ട്. തെക്കൻ പാട്ടിൽ കവിതാ കാലക്ഷേപം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നെല്ലുവേലി നീലകണ്ഠപിള്ള രചിച്ച മല്ലൻ പിള്ളയെ ആനകൊന്ന പാട്ടിൽ പ്രതിപാദിക്കുന്ന കടുക്കര ക്ഷേത്രം മേൽപ്പറഞ്ഞ മഴത്തേവർ കോവിൽ തന്നെ. മഴത്തേവർ കോവിലിലെത്താൻ ചിറ്റാറിനു കുറുകെ ഒരു കടത്തുണ്ടായിരുന്നു. ശങ്കരൻ കടവ് എന്നാണ് ഈ സ്ഥലം ഇന്നും അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ശിവലോകം വിശാലമായ ഒരു ശൈവ സങ്കേതമായിരുന്നു. പിൽക്കാലത്ത് വൈഷ്ണവരുമെത്തി. 18-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്ത് ഒട്ടേറെ ബ്രാഹ്മണ കുടുംബങ്ങൾ പാർത്തിരുന്നു. ശിവലോകം, വൈകുണ്ഠം, അമ്പാടി, ഗണപതിക്കല്ല്, ശങ്കിലി തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന ശൈവ വൈഷ്ണവ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണെന്ന് കരുതാം. മറ്റൊരു ദേശചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.